Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last classes we discussed the problem relating to dissolution of partnership. Today we are going to discuss what do you mean by insolvency, what is Garner versus Murray case, what is the decision of Garner versus Murray case. Okay, let's start. What do you mean by insolvency? Insolvency is the state of inability of a person to pay his obligations or liabilities when they fall due. What do you mean by insolvency? Insolvency is the state of inability of a person to pay his debt, to pay his liability, to pay his obligations when they fall due. അപ്പം ഒരു വ്യക്തിക്ക് അയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റികൾ അല്ലെങ്കിൽ ബാധ്യതകൾ പേ ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനിലെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി എ പേഴ്സൺ ഈസ് സെഡ് ടു ബി ആൻ ഇൻസോൾവെന്റ് ഇഫ് ഹി ഈസ് അൺഎബിൾ ടു പേ ഓർ സെറ്റിൽ ഹിസ് ഡെറ്റ് ഇൻ ഫുൾ. അയാളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ്സ് ഫുള്ളായിട്ടും അയാൾക്ക് പേ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഒരു വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കാം, ഇൻസോൾവെന്റ് എന്ന് വിളിക്കാം. The solvent partners may share such a deficiency in their profit sharing ratio or in the ratio of their last agreed capital as per Garner versus Murray case. Garner versus Murray case. It was a very important British case of 1904 on the point of sharing the loss due to the insolvency of a partner. It is a famous British case of 1904. അപ്പം ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പിന്നെ ഒരു നമ്മുടെ ഇൻസോൾവൻസി ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസ് എങ്ങനെ ഷെയർ ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ബ്രിട്ടീഷ് കേസ് ആണ് എന്തെന്ന് പറയുക, ഗാർണർ വേഴ്സസ് മുറേ കേസ്. ഓക്കെ, ഗാർണർ, മുറേ ആൻഡ് വിൽക്കിൻസ് വെയർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ഗാർണർ, മുറേ, വിൽക്കിൻസ് വെയർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. ഓക്കെ, their capital were not equal. Their capital were not equal. There was no partnership deed. അവർക്ക് എന്തും ഉണ്ടായിരുന്നില്ല, പാർട്ണർഷിപ്പ് ഡീഡും ഉണ്ടായിരുന്നില്ല. The firm dissolved on 30th June 1900. On the date of dissolution, the position was as follows. അവർ ബിസിനസ് ഡിസോൾവ് ചെയ്യുന്ന ഡേറ്റിൽ അവരുടെ ബിസിനസിന്റെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th June 1900. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th June 1900 ആണ്. ലയബിലിറ്റീസ് എമൗണ്ട് ഇൻ പൗണ്ട് ആണ്, അസറ്റ്സ് എമൗണ്ട് ഇൻ പൗണ്ട് ആണ്. ഓക്കെ, then Garner's capital 2500 pound ആണ്. Murray's capital 314 pound ആണ്. ഓക്കെ, ഇവരുടെ രണ്ടുപേർക്ക് മാത്രമേ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, ക്യാപിറ്റൽ ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. then asset side ക്യാഷ് ബാലൻസ് 1916 pound ആയിരുന്നു. then Wilkins capital debit balance ആണ് 263 pounds ആണ്. ഓക്കെ, loss on realization 635 pound. Loss on realization 635 pound. അവരുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 2814 pound ആണ്. 2814 pound. ഇതാണ് അവരുടെ പിന്നെ ആ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ഡിസൊല്യൂഷൻ കേസിൽ ആ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബിസിനസിന്റെ പൊസിഷൻ ഇതായിരുന്നു. ഓക്കെ, Wilkins was unable to pay anything from his private property. Entire deficiency in his capital account had to be borne by Garner and Murray. ഓക്കെ, വിൽക്കിൻസ് അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിൽക്കിൻസിൻ്റെ എൻ്റെ ഡെഫിഷ്യൻസി ആര് തന്നെ ബോൺ ചെയ്യണം, ഗാർണറും മുറയും ബോൺ ചെയ്യണം. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 44 ഓഫ് ദ ബ്രിട്ടീഷ് പാർട്ണർഷിപ്പ് ആക്ട് 1890, വിൽക്കിൻസ് ഡെഫിഷ്യൻസി ഓഫ് rupees 263 capital deficiency ആണ് was treated as a loss on realization and thus the total loss of the firm. Total loss means loss on revaluation already 635 അവിടെ ഉണ്ട്. 635 loss on realization ഉണ്ട്. അതുകൂടാതെ വിൽക്കിൻസിൻ്റെ ഡെബിറ്റ് ക്യാപിറ്റലാണ് 263. അങ്ങനെ ടോട്ടൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 898 pound ആണ്. 898 pound ആണ് ടോട്ടൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡെഫിഷ്യൻസി ഓഫ് ദ ഫേം ബിക്കം 898. ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ഷെയർഡ് ഈക്വലി എമംഗ് ഗാർണർ ആൻഡ് മുറൈ. അപ്പം ഈ 898 pound എന്ന് പറയുന്നത് ഗാർണറും മുറയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഹാഡ് ഇറ്റ് ബീൻ സോ, Garner would get the entire cash balance of
1916 പൗണ്ട് ക്യാഷ് ബാലൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലുള്ള നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള 1916 പൗണ്ടും ആർക്ക് എടുത്തുകൊണ്ട് പോകാം? ഗവർണർക്ക് കിട്ടും. അതോടൊപ്പം ആൻഡ് വുഡ് റിസീവ് 135 പൗണ്ട് ഫ്രം മുറയുടെ കയ്യിൽ നിന്ന് എത്ര പൗണ്ട്, അതായത് മുറ എത്ര പൗണ്ടും കൂടി ഇനി ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം? 135 പൗണ്ട് ബിസിനസ്സിലേക്ക് മുറ കൊണ്ടുവരണം. നോക്കുക, അവിടുത്തെ ക്യാഷ് ബാലൻസ് ആയിട്ടുള്ള 1916 പൗണ്ട് പ്ലസ് 135 പൗണ്ട് ഫ്രം മുറ, ഇത് മൊത്തം ആർക്ക് കിട്ടും? ഗവർണർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്തത് വഴി മുറയ്ക്ക് ഒന്നും തന്നെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നില്ല. 314 പൗണ്ട് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു പൗണ്ട് പോലും കിട്ടുന്നില്ല. അതോടൊപ്പം തിരിച്ച് 135 പൗണ്ട് ബിസിനസ്സിലേക്ക് വീണ്ടും ഈ ലോസ് സെറ്റിൽ ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ടിയും വരുന്നു. ആസ് ഇറ്റ് ഈസ് ഫൗണ്ട് അൺജസ്റ്റിഫയബിൾ ആൻഡ് നോട്ട് പ്രൂഡൻറ്റ്, ദ ലേൺഡ് ജഡ്ജ് ഡിഡ് നോട്ട് അപ്രൂവ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ആരെത്തി? കോടതി എത്തുകയാണ്. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് ആൻഡ് ഹെൽഡ് ദാറ്റ് ദ ഡെഫിഷ്യൻസി ഷുഡ് ബി ഷെയർഡ് ഇൻ ദ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ബാലൻസിൻ്റെ ബേസിലായിരിക്കണം ഇങ്ങനെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഉണ്ടായത്. പാർട്ണർഷിപ്പ് ഡീഡിൽ ഡെഫിഷ്യൻസി എങ്ങനെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കേസിൻ്റെ കാര്യമേ ഇല്ല. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഈ ഗവർണർ വേഴ്സസ് മൊറേ കേസിൻ്റെ പ്രത്യേകത, അവിടെ എന്തുണ്ടായിരുന്നില്ല? പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരുന്നില്ല, എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എഗ്രിമെൻറ്റിൽ ഇത് പറയുന്നില്ല എങ്ങനെ ഡിസൊല്യൂഷൻ വരുവാണെങ്കിൽ എങ്ങനെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. 135 എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 898 നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡെഫിഷ്യൻസിനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 449 ഓരോരുത്തർക്കും കിട്ടുന്ന പോർഷൻ. അതിൽ നിന്ന് പിന്നെ മുറയുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 314 ആണ്. അപ്പോൾ 449 മൈനസ് 314, അങ്ങനെയാണ് 135 കിട്ടുന്നത്. ഓക്കെ, such a loss which is due to the capital deficiency. ഇപ്പോൾ ഈ ടോട്ടൽ ലോസ് വന്നതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഡെഫിഷ്യൻസിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, prior to Garner versus Murray decision was to be borne by the solvent partners in their profit sharing ratio. അപ്പം ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ വരുന്നതിന് മുമ്പ് വരെ ഈ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി എല്ലാം തന്നെ അവർ എങ്ങനെയായിരുന്നു ബോൺ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഷെയർ ചെയ്തിരുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ബേസിലായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. But here, Murray has raised an objection and claimed that the loss is a capital loss and not a trading loss. അപ്പം മുറ എന്ത് ചെയ്തു? മുറ പറയാണ് ഇത് എന്ന് പറയുന്നത് ഒരിക്കലും ട്രേഡിംഗ് ലോസ് അല്ല, ഇതെന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുകയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിന് എതിർക്കുകയും അത് കോടതിയിൽ കേസ് എത്തുകയും ചെയ്യുന്നു. ഓക്കെ, സോ സച്ച് ലോസ് ഈസ് ഷെയർഡ് അമംഗ് ദ സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ക്യാപിറ്റൽ റേഷ്യോ. അങ്ങനെ എന്തായി? അവരുടെ ആ ലോസ് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഷെയർ ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. മൊറേ ഡിസിഷൻ ആയിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേസ് ആയിരുന്നു. എന്തായിരുന്നു കോടതിയിൽ എത്താനുള്ള കാരണം എന്നുള്ളതാണ്. ദെൻ ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ ആണ്. ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദ സെലിബ്രേറ്റഡ് കേസ് ഗാർണർ വേഴ്സസ് മൊറേ, the loss due to the insolvency of a partner should be borne by the solvent partners in their capital ratio. അപ്പോൾ ക്യാപിറ്റൽ റേഷ്യോയുടെ ബേസിൽ, അതായത് അതൊരിക്കലും എന്തല്ല? ട്രേഡിംഗ് ലോസ് അല്ല. ആ ലോസ് ഒരിക്കലും ട്രേഡിംഗ് ലോസ് അല്ല. അത് എന്ത് ലോസ് ആണ്? പിന്നെ ക്യാപിറ്റൽ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അല്ല ഡിവൈഡ് ചെയ്യേണ്ടുന്നത്. എന്തിന്റെ ബേസിലായിരിക്കണം? ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനിലായിരിക്കണം ഷെയർ ചെയ്യേണ്ടുന്നത് എന്ന് കോടതി വിധിയുണ്ടായി. ഓക്കെ, ദെൻ the capital for the purpose is agreed capital or capital standing just prior to the time of dissolution. ആ ഡിസൊല്യൂഷൻ തൊട്ട് മുമ്പായിട്ട് അവരുടെ ക്യാപിറ്റൽ എത്ര ആയിരുന്നോ ആ ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടുന്നത്? ഈ ലോസ് എന്ത് ചെയ്യേണ്ടുന്നത്? ഷെയർ ചെയ്യേണ്ടത്. Agreed capital or capital standing just prior to the time of dissolution should be interpreted as follows. Okay, അപ്പോൾ രണ്ട് രീതിയിലാണല്ലോ നമ്മൾ പാർട്ണർഷിപ്പിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും സെക്കൻഡ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ രണ്ട് കേസിലും ഈ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ എന്നത് എന്താണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ മീനിങ് ആണ്. ഫിക്സഡ് ക്യാപിറ്റലിന്റെ കേസിൽ അതെന്തായിരിക്കും മീനിങ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ അതിന്റെ മീനിങ് എന്തായിട്ട് വരും? ഓക്കെ, ഫസ്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ. ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ വിത്തൗട്ട് എനി അഡ്ജസ്റ്റ്മെന്റ്സ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഗിവൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് എന്താണ് ടേക്കൺ ആസ് ദ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ.
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോഴത്തേന് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടത്തുന്നത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എന്താണോ ആ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്താണോ അത് തന്നെ എടുത്താൽ മതിയാകും. എവിടെ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ അവരുടെ ക്യാപിറ്റൽ എന്താണോ അത് തന്നെ എടുത്താൽ മതിയാകും. ഓക്കെ. But in fluctuating capital method, last agreed capital means last agreed capital is the capital after making adjustments for എന്തായിരിക്കും? past accumulated reserves, profit or loss, drawings, interest on capital, interest on drawings, remuneration of partners, etc. Okay, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം. ബട്ട് ബിഫോർ മേക്കിംഗ് ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ലോസ് ഓൺ റിയലൈസേഷൻ, ലോസ് ഓർ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ആണ്. അപ്പം ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നടത്തുക. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ക്യാപിറ്റൽ ബാലൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യം? അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അക്കുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ എന്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല? റിയലൈസേഷൻ റിസൾട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുക? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മുൻകാലങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ഗാർണർ വേഴ്സസ് മൊറേ കേസ്, വാട്ട് യു മീൻ ബൈ ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ, വാട്ട് ഈസ് ദ ഡിസിഷൻ ഓഫ് ഗാർണർ വേഴ്സസ് മൊറേ കേസ്, വാട്ട് യു മീൻ ബൈ ഇൻസോൾവെന്റ്, വാട്ട് യു മീൻ ബൈ ഇൻസോൾവൻസി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് 1 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പഠിച്ച ഈ തിയറി പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടുഡേയ്സ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് വൺ, what is Garner versus Murray case? Second one, what is Garner versus Murray decision? Then third one, what is last agreed capital? Then next one, what is insolvency?